കൂട്ടായ്മ പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തിന് ആനന്ദവും പുതിയ ഉത്സാഹവും ഉന്മേഷവും തരുവാനായിട്ട് ഇടയായി. അതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ ഈ പാട്ടുപുസ്തകമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എൻ്റെ മേലിൽ 7 ഐസ് എന്ന ഒരു പേര് കാണാം. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ പേരതാണ്, 7 കണ്ണുകൾ. സഖറിയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കേണ്ട അതിനകത്തുള്ളതാണ് 7 കണ്ണുകൾ. വളരെ മർമ്മപ്രധാനമായ ഒരു വാക്കാണ്, കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രയോഗമാണ്. സ്തോത്രം. ഈ ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പാട്ടുപുസ്തകം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊരു കാരണം കൂടെയുണ്ട്. ഇതിൻ്റെ പുറകിൽ 1 ഇയർ ബൈബിൾ റീഡിംഗ് പ്ലാൻ ഉണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കട്ടെ. ദൈവവചനം ഒരു വർഷം കൊണ്ട് മുഴുവൻ ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ച് തീർക്കാവുന്ന ഒരു ഷെഡ്യൂളാണ് അതിനകത്തുള്ളത്. നിങ്ങൾക്കതൊരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ഈ ഗാനങ്ങൾ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ അവൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്ന സമയങ്ങൾ, വിവിധ ജീവിത സാഹചര്യങ്ങളിലൂടെ പോയപ്പോൾ ദൈവം തന്ന പാട്ടുകളാണ്. അത് എനിക്ക് അനുഗ്രഹമായിരുന്നു, എന്നോടുള്ള ദൈവിക സന്ദേശങ്ങളായിരുന്നു. സ്തോത്രം. അത് ഗാനങ്ങളായപ്പോൾ ദൈവമക്കൾക്കും അത് അനുഗ്രഹമായി തീർന്നു. അതിനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. ഒരല്പം മുമ്പ് നമ്മൾ പാടിയ ആ പാട്ടിൻ്റെ വരികൾ ജി മൈനർ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സ്തോത്രം. ഒന്ന് ദൈവമക്കളെല്ലാവരും ചേർന്ന് എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, ആ വരികളൊന്ന് പറഞ്ഞേ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ. പറയാനൊക്കെ എളുപ്പമാണ്, അതൊരു യുദ്ധക്കളമാണ്. സ്തോത്രം. ആ യുദ്ധക്കളത്തിൽ നിന്ന് ജയിക്കണമെങ്കിൽ ആയുധം കൂടെ കയ്യിൽ വേണം. സ്തോത്രം. ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചൊരു വാക്കാണ്, മേക്ക് യുവർ ഹാർട്ട് ഹെവി വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം കൊണ്ട് നിന്റെ ഹൃദയത്തെ ഭാരമുള്ളതാക്കി തീർക്കുക. അത് നിറയട്ടെ, നിറഞ്ഞ് കവിയട്ടെ. സ്തോത്രം. ഇനി ഈ പാഠപുസ്തകത്തിൻ്റെ പുറകിൽ ഈ ബൈബിൾ റീഡിംഗ് പ്ലാൻ ഉൾക്കൊള്ളിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. ദൈവവചനം കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറച്ചുകൊള്ളുക. സ്തോത്രം. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ. ഏത് ശക്തിയാൽ ജയിക്കാൻ പറ്റും? വചനത്തിൻ്റെ ശക്തിയാൽ. വചനത്തിൻ്റെ ശക്തിയാൽ. കർത്താവിൻ്റെ മുന്നിലും പിശാച് വന്ന് പരീക്ഷിച്ച ഘട്ടങ്ങളിലെല്ലാം 3 പ്രാവശ്യവും എൻ്റെ കർത്താവ് ഉപയോഗിച്ച ആയുധം വചനം. സ്തോത്രം. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. സ്തോത്രം. മേക്ക് യുവർ ഹാർട്ട് ഹെവി വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് വരികളൊന്ന് പാടിയേ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ചേർന്ന് പാടിയേ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും. ഒരിക്കൽ കൂടെ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും. ഒരിക്കൽ കൂടെ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ അസാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ അസാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഒരു യുദ്ധക്കളത്തിൽ പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ജയമുണ്ട്. തോറ്റുപോകത്തില്ല. നമ്മൾ തോൽക്കാൻ കർത്താവ് നമ്മെ അനുവദിക്കത്തില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം അവൻ്റെ പോരാട്ടങ്ങൾ ഏതൊക്കെ വിധത്തിൽ വരും എന്നുള്ളത്. എൻ്റെ വിഷയം അതല്ല, എങ്കിലും ഒന്ന് അത് സൂചിപ്പിച്ചങ്ങ് പോവുകയാണ്. സ്തോത്രം. നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ വേൾഡിലുള്ള ആക്രമണങ്ങളല്ല ഇന്ന് അധികവും ഉള്ളത്. സ്തോത്രം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇന്ന് 2 ലോകത്താണ്. ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ
സൈബർ വേൾഡിലും കൂടെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സ്തോത്രം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ മേലും ഒക്കെ ഉള്ള പിശാചിൻ്റെ ആക്രമണം കൂടുതലും ഇറ്റ്സ് നോട്ട് ഇൻ ദ ഫിസിക്കൽ വേൾഡ്, ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ സൈബർ വേൾഡ്. സ്തോത്രം. എൻ്റെ വിഷയം അതല്ല, ഞാൻ മുന്നോട്ട് പോകട്ടെ. ശ്രദ്ധിച്ചുകൊള്ളണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മെയും തന്നെ സൂക്ഷിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ബുദ്ധിയോടും ജ്ഞാനത്തോടും ദൈവവചനത്തിൻ്റെ ശക്തിയോടും നിലനിന്ന് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. സ്തോത്രം. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന വിഷയമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ എൻ്റെ മനസ്സിലേക്ക് ഇവിടെ വന്നിരുന്നതിന് കഴിഞ്ഞതിന് ശേഷം പ്രേരണ തന്നതിന് മുമ്പ് പ്രസംഗിക്കുന്ന ചെറിയൊരു വിഷയം, വളരെ ലളിതമായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം. അതിനകത്ത് നിന്ന് 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 2 വാക്യങ്ങൾ. 4-ാം അധ്യായം, 2 Kings chapter 4 verses 1 and 7 ഞാനിവിടെ വായിക്കുന്നു. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. എൻ്റെ 2 മക്കളെ പിടിച്ചടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 7-ാം വാക്യം. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ സംഭവം വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് പോലും അറിയുന്ന ഒരു സംഭവമാണ്. സ്തോത്രം. ദൈവവചനത്തിൽ വലിയ ഒരു അത്ഭുതം, ഒരു കുടുംബത്തിനകത്ത് ദൈവം നൽകിയ വിടുതലിൻ്റെ, ഒരു വലിയ വിടുതലിൻ്റെ, സ്തോത്രം, ആ കുടുംബത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുന്ന ഒരു സംഭവമാണ്. സ്തോത്രം. ഒരു വലിയ പ്രതിസന്ധി, വലിയൊരു ക്രൈസിസിൽ നിൽക്കുന്ന സ്ഥാനത്ത് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ആ കുടുംബത്തിൻ്റെ തലമുറയുടെ ചരിത്രം മാറ്റി എഴുതപ്പെടുന്ന ഒരു സംഭവം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഈ ഒരു പാവപ്പെട്ട ഒരു സഹോദരി, അവരെ സഹായിക്കാൻ ആരുമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. 1-ാം വാക്യത്തിൽ കാണുന്നത് അതാണ്. എൻ്റെ 2 മക്കളെ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരോടൊക്കെ ചോദിച്ചു, ഞാൻ ഒരു പിതാവാണ്, എനിക്ക് 3 മക്കളുണ്ട്. നമ്മൾ ഏറ്റവും അധികം ടെൻഷൻ എടുക്കുന്ന, പെട്ടെന്ന് നമ്മൾ പിരിമുറുക്കത്തിലേക്ക് പോകുന്ന ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ, പിള്ളേർക്ക് എന്തെങ്കിലും പറ്റിയാൽ, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, അവർക്കൊരു വേദന വന്നാൽ, അവർക്കൊരു രോഗം വന്നാൽ, അവർ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയാൽ, അവർക്ക് ഏതെങ്കിലും ഒരു വിഷമസ്ഥിതി വന്നാൽ, അവരുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ആരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടാതെ അവർ മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുമ്പോൾ, അവർ നിരാശപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകരും. കുഞ്ഞുങ്ങളുടെ മേലുള്ള ആക്രമണം എപ്പോഴും മാതാപിതാക്കളെ തളർത്തുന്നതാണ്. സ്തോത്രം. ഇവിടെ ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി, ആ മക്കളെ അമ്മയ്ക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യം. സ്തോത്രം. ഇതുപോലെ ഒരു പ്രതിസന്ധി എനിക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സാധ്യതയില്ല. നമ്മുടെ മക്കൾ രോഗികളായി കിടക്കുമ്പോൾ, അവരെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള വേദനയുണ്ട്. ഇവിടെ ഈ അമ്മയ്ക്ക് മക്കളെ നഷ്ടപ്പെടുകയാണ്. അത് എങ്ങനെയുള്ള നഷ്ടമാണെന്നറിയാമോ? ഒന്നുകിൽ ഇവരെ അടിമകളാക്കി കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും വിൽക്കും, അതല്ലെങ്കിൽ നാളെ അമ്മ അതുവഴിയൊക്കെ പോകുമ്പോൾ ഈ കൊണ്ടുപോയ മനുഷ്യൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട്, പോത്തുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് പോലെ പണിയെടുപ്പിക്കുന്ന ആ പാടത്തു കൊണ്ട് മമ്മി എന്നൊന്ന് വിളിക്കാൻ പോലും പറ്റാതെ ആയിരിക്കുന്ന, അല്ലെങ്കിൽ വേർത്ത് കുളിച്ചെന്ന് എവിടെയോ നിന്നോ മമ്മി എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അത് കണ്ട് നടക്കേണ്ട ഒരു അമ്മയുടെ വേദന. ഇതാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി. മക്കളെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അവിടെ മുന്നിൽ 2 വഴികളുണ്ട്. ഇതിനൊരു പരിഹാരമുണ്ട്. 2 മാർഗങ്ങൾ
അമ്മയുടെ മുന്നിലുണ്ട്. ഈ കടക്കാരനും ഗുണ്ടകളും ഒക്കെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയ ഒരു ദിവസമുണ്ട്. അന്ന് രാത്രിയിൽ മക്കൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാണും, അമ്മേന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ. അന്ന് രാത്രിയിൽ ആ അമ്മ കരയുന്ന രാത്രിയിൽ അവളെടുത്ത ഒരു തീരുമാനമുണ്ട്. ആ കുടുംബത്തിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതിയ ഒരു തീരുമാനം. വേദനയോടെ അന്ന് രാത്രിയിൽ ഇതിനെന്താണ് കർത്താവേ ഒരു പരിഹാരം എന്ന് ചിന്തിക്കുമ്പോൾ അവളുടെ മുന്നിൽ വന്ന ഒരു പരിഹാര മാർഗം ഇതാണ്: പോയി മറ്റൊരാളോട് കടം വാങ്ങി ഈ കടം വീട്ടുക എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിലുണ്ടായ വന്ന ആ കടഭാരത്തിൽ പിന്നെയും ഒരു ചങ്ങല കൂട്ടിച്ചേർക്കുക, ഒരു കണ്ണി കൂടെ കൂട്ടിച്ചേർത്തതിൻ്റെ നീളം കൂട്ടുക. എന്നിട്ട് പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ അതിനോട് മറ്റൊരു കണ്ണി കൂട്ടിച്ചേർക്കുക. മനുഷ്യനിൽ ആശ്രയിക്കുക, മനുഷ്യനിൽ ആശ്രയിച്ച് ഇതിനൊരു പരിഹാരം വരുത്തുക. അത് താൽക്കാലികമാണ്, പക്ഷെ അതിനൊരു തൽക്കാലത്തേക്കൊരു പരിഹാരമാണത്. പിന്നെയും പിന്നെയും അതിങ്ങനെ നീണ്ടു 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 പോകും. അതാണ് അവളുടെ മുന്നിലുള്ള ഒരു ചോയ്സ്. പക്ഷെ അവളുടെ മുന്നിൽ ഒരു ചോയ്സ് കൂടെ ഉണ്ട്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ പാദത്തിലോട്ട് പോയി അങ്ങ് വീഴാം. ഒരു പരിഹാരം ഇതിനെ ഉണ്ടാക്കി തരണമേ കർത്താവേ എന്ന് പറഞ്ഞ്, കർത്താവെ അങ്ങൊരു വഴി തുറന്ന് തരണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ പാദത്തിലേക്ക് വീഴാം. ഈ രണ്ട് ചോയ്സാണ് അവളുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ മനുഷ്യനിൽ ആശ്രയിച്ച് താൽക്കാലികമായ ഒരു പ്രതിശാന്തി ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാദത്തിൽ വീണ് സ്ഥിരമായ ഒരു പരിഹാരം ഇതിനുണ്ടാക്കാം. സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും കടഭാരങ്ങളിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, അതിൻ്റെ വേദനയോടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, കടഭാരത്തിൻ്റെ വേദന എന്തെന്നറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്നത്. ഉറക്കമില്ലാത്ത അനവധി രാത്രികൾ, എന്ത് ചെയ്യണമെന്നറിയാതെ ആരും സഹായിപ്പാനില്ലാതെ കൈകാലിട്ടടിച്ച അനവധി രാത്രികൾ, സ്വന്തം ബുദ്ധിയിൽ നിന്ന് പലതും ചെയ്ത്, കണക്കൂട്ടുകളിൽ നിന്ന് പലതും ചെയ്ത്, ദൈവത്തിൽ ആശ്രയിക്കാതെ പലതും ചെയ്തു, എല്ലാം നശിച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആരും സഹായിപ്പാനില്ലാതിരുന്നപ്പോൾ ദൈവസന്നിധിയിൽ വന്ന് മുട്ടുകുത്തി 3 രാത്രി കരച്ചിലിൻ്റെ രാത്രികൾ. ആരോടും പറഞ്ഞില്ല, മനുഷ്യരോട് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല, കാരണം ബുദ്ധിയിൽ നിന്ന് ചെയ്തതാണ്, എൻ്റെ കണക്കൂട്ടുകൾ അനുസരിച്ച് ചെയ്തതാണ്, അബദ്ധങ്ങൾ കാണിച്ചതാണ്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കരഞ്ഞു, ഒരു രാത്രി മുഴുവൻ കരഞ്ഞു. ദൈവം മൗനമായിരുന്നു, ഒന്നും മിണ്ടിയില്ല. ഞാൻ ഓർത്ത് കർത്താവ് ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് പറയും. 2ാമത്തെ രാത്രിയിൽ കരഞ്ഞു, ഒരു ശബ്ദവും കേട്ടില്ല. 3ാമത്തെ രാത്രിയിൽ ദൈവ സാന്നിധ്യം അറിഞ്ഞു, ദൈവം അരികിൽ വരുന്നത്. എൻ്റെ തോളിലൊരു സ്പർശനം പോലെ തോന്നി. എന്നിട്ടിങ്ങനെ ചോദിച്ചു, പിടിച്ചിങ്ങോട്ട് തിരിച്ചിട്ട് ചോദിക്കുന്നില്ല, മൂഢ, നിന്റെ കണക്ക് കൂട്ടലുകൾ എന്തായി? എന്നിൽ ആശ്രയിക്കാതെ നിന്റെ ബുദ്ധിയിൽ ആശ്രയിച്ച്, നിന്റെ എക്കണോമിക്സിൽ ആശ്രയിച്ച് നീ ചെയ്തതൊക്കെ ഇപ്പോൾ എന്തായി? കർത്താവിൻ്റെ പാദത്തിൽ തകർന്നു പൊടിഞ്ഞു വീണിട്ട് ആ കാലുകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എല്ലാം തകർന്നു പോയി, പരാജയപ്പെട്ടു പോയി, ഐ എം സോറി, ക്ഷമിക്കണം. എൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചെയ്തു പോയതെല്ലാം തെറ്റിപ്പോയി കർത്താവേ, എൻ്റെ കണക്കൂട്ടലുകളെല്ലാം പിഴച്ചുപോയി, ക്ഷമിക്കണം. ആ കരച്ചിലിന് എൻ്റെ കർത്താവിൻ്റെ മറുപടി കൊണ്ട് അവൻ്റെ കരം അന്ന് കണ്ടു പറഞ്ഞു, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. തകർന്നിരിക്കുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിരാശയോടെ പരാജയപ്പെട്ടിട്ട്, നമ്മുടെ കണക്കുകൂട്ടലുകൾ വന്നുപോയ പിഴവുകളാണ്, ദൈവത്തിൽ ആശ്രയിക്കേണ്ട സ്ഥാനത്ത് വേറെ ചിലത് ചെയ്തു പോയതാണ്. പക്ഷെ ഇന്ന് അവൻ്റെ കാൽക്കൽ ഒന്ന് വീണിട്ട് ഒരിക്കൽ കൂടെ കർത്താവെ ക്ഷമിക്കണം, തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് വിടുവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. അവൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കും. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. കർത്താവെ, താങ്ക് യു. സ്തോത്രം. അന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ആരും പറഞ്ഞു തന്നിട്ടല്ല.
ഇന്ന് ഈ രാത്രിയിൽ എൻ്റെ ദൈവ ശബ്ദം കേൾക്കുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. ആണെങ്കിൽ ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്നെ സഹായിപ്പാൻ ഉള്ളപ്പോൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഇനി കടം വാങ്ങത്തില്ല കർത്താവേ. ദൈവസന്നിധിയിൽ ഒരു രാത്രി 1994 എടുത്ത ഒരു തീരുമാനം, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും കടം വാങ്ങത്തില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്, അതിനുശേഷം മരിക്കാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. എൻ്റെ ദൈവം തക്ക സമയത്ത് കാക്കയെ അയച്ച് ആഹാരം തരുന്ന ദൈവമാണ്. അവൻ തന്നിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഐ എം നോട്ട് പ്രീച്ചിങ്. ഈ ദൈവവചനത്തിൽ നമ്മൾ ഈ വായിച്ച് കേട്ട ഒരു ഭാഗത്ത് അധികം വലിയ വിദ്യാഭ്യാസവും വലിയ ലോകപരിചയവും ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു തീരുമാനം ഒരു രാത്രിയിൽ എടുക്കാമെങ്കിൽ, ഞാൻ മനുഷ്യനിൽ ആശ്രയിക്കുന്നില്ല, എൻ്റെ ദൈവത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി ഞാൻ ആശ്രയിക്കാൻ തീരുമാനിക്കുന്നു എന്ന് ഒരു സ്ത്രീക്കൊരു വിധവയ്ക്ക് ചെയ്യുവാൻ പറ്റിയെങ്കിൽ, എന്നെ കേൾക്കുന്ന, ഇവിടെ നിൽക്കുന്ന ഞാനടക്കമുള്ള നമുക്കെല്ലാവർക്കും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ലോകപ്രകാരമുള്ള സാധ്യതകളെ ആശ്രയിക്കുന്നതിനേക്കാൾ, താൽക്കാലികമായ പരിഹാര മാർഗങ്ങളെ ആശ്രയിക്കുന്നതിനേക്കാൾ, വല്ലവരുടെ മുമ്പിൽ പോയി കൈ നീട്ടുന്നതിനേക്കാൾ എൻ്റെ കർത്താവിൻ്റെ പാദത്തിൽ വീണ, കർത്താവെ, ഒരു പരിഹാരം ഇതിനു വേണ്ടി എനിക്ക് വേണ്ടി അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ സ്തോത്രം, വിടുതലുണ്ടാവും. എൻ്റെ കർത്താവിന് 1000 വഴികൾ അവൻ്റെ മുന്നിലുണ്ട്. സ്തോത്രം. വഴിയില്ലെങ്കിൽ അവൻ വഴി ഉണ്ടാക്കും. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ നോക്കിയാൽ അവിടെ വഴി കാണത്തില്ല. എൻ്റെ ദൈവത്തിന് 1000 വഴികൾ നമുക്ക് വേണ്ടി തുറക്കുവാൻ കഴിയും. സ്തോത്രം. ബുദ്ധിക്ക് അതീതമായ ജീവിത സാഹചര്യം, ബുദ്ധിക്ക് അതീതമായ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ, സ്തോത്രം. ഞാൻ ഇവിടെ ഇരിക്കുന്ന കടഭാരത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല, ഞാൻ ഈ വിഷയമല്ല എന്നിവിടെ പ്രസംഗിക്കാൻ വന്നത്. ആരെങ്കിലും കടഭാരത്തിൻ്റെ വേദനയിലിരിക്കുന്നുവെങ്കിൽ, സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയട്ടെ, ഒരു തീരുമാനം. സ്തോത്രം. കർത്താവെ, മനുഷ്യനിൽ ഇനി ആശ്രയിക്കുന്നതില്ല, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അവിടെ നിന്ന് എനിക്കിതിനു വേണ്ടി ഒരു പരിഹാരം നിർദ്ദേശിക്കണമേ, ഒരു വഴി എനിക്ക് തുറന്ന് തരണമേ. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ വഴി തുറക്കും. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് കണ്ണുകളടച്ച് ഒരു തീരുമാനമെടുത്തെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആരെങ്കിലും ആ വിധത്തിലുള്ളൊരു ഭാരത്തോടെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ വേദന എന്തെന്നറിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ ഞരക്കങ്ങൾ, ആരെങ്കിലും, ചിലപ്പോൾ ഒരു വ്യക്തിക്കായിരിക്കാം, എനിക്കറിയത്തില്ല, നിങ്ങൾ ആരെയും എനിക്കറിയത്തില്ല, ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ആ ഒരു വേദനയോടെ ഇന്നായിരിക്കുന്നുവെങ്കിൽ, നാളത്തെ ദിവസത്തെ, വരുന്ന നാളുകളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ഓർത്തു വേദനയോടെ, ഒരു പ്രതിസന്ധിയുടെ, സാമ്പത്തിക പ്രതിസന്ധിയുടെ, വ്യക്തമായി പറയുകയാണ്, സാമ്പത്തിക പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുന്നുവെങ്കിൽ, കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, കർത്താവേ, ഒരത്ഭുതം, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന കർത്താവേ, ഇന്നത്തെ അവസ്ഥകളെ മാറ്റിമറിക്കുന്ന, ചരിത്രം മാറ്റി എഴുതുന്ന, വരുന്ന നാളുകളിലേക്കുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം നന്മയെ പ്രാപിപ്പാൻ കൃപയുണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, ഇതിൻ്റെ മക്കൾ ആരെങ്കിലും ഇന്ന് ഈ വിധത്തിൽ സാമ്പത്തിക മണ്ഡലത്തിലെ തകർച്ചയിൽ, കടഭാരത്തിൽ, കർത്താവെ, പിടിച്ചിട്ടും പിടികിട്ടുന്നില്ല, വഴുതി പോവുകയാണ്, എങ്ങും കൊണ്ടെത്തിക്കാൻ പറ്റുന്നില്ല കാര്യങ്ങൾ, കർത്താവെ, അങ്ങനെ ആരെങ്കിലും വേദനയിലായിരിക്കുന്നെങ്കിൽ ഇതിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവയുടെ കടഭാരത്തിൽ നിന്ന് ഒരു മോചനം, എന്നേക്കുമായൊരു മോചനം, ഒരു വലിയ വിടുതൽ കർത്താവിൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ കടഭാരത്തിൻ്റെ മേൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ചങ്ങല അറ്റം മാറിപ്പോകട്ടെ. ആ ബന്ധനത്തിൻ്റെ ശക്തി, ആ കുരുക്ക്, ഒന്നിന് പുറകെ ഒന്നായി വന്നു വീഴുന്ന കുരുക്ക്, അതിൻ്റെ കണ്ണികളെല്ലാം മാറ്റുപോകട്ടെ. Come out. യേശുവിൻ്റെ നാമത്തിൽ അതിനകത്ത് പുറത്തു വരിക.
കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കണം. നിൻ്റെ മക്കൾ ആരെങ്കിലും ഈ വിഷയത്തിൽ കർത്താവേ, ഈ പാപപ്പെട്ട സഹോദരി എടുത്തതുപോലെ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് അടിയൻ നിൻ്റെ സന്നിധിയിൽ എടുത്തതുപോലെ ഒരു തീരുമാനം നിൻ്റെ മക്കൾ ആരെങ്കിലും ഇന്ന് എടുക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കൃപ ചെയ്യണം. താൽക്കാലികമായ പരിഹാര മാർഗങ്ങളല്ല കർത്താവേ, സുസ്ഥിരമായ അങ്ങ് ഉയരത്തിൽ നിന്ന് തുറക്കുന്ന വാതിൽ, അങ്ങ് തുറക്കുന്ന വഴി, അങ്ങ് തുറക്കുന്ന ഒരു പരിഹാര മാർഗം നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവോ? കർത്താവിൻ്റെ പാദത്തിൽ വീണാൽ അവൻ നിരാശപ്പെടുത്തുമോ? ആമേൻ, ഹല്ലേലൂയ. അവൻ കൈവിടത്തിൽ, അവൻ എഴുന്നേൽപ്പിക്കും, അവൻ എഴുന്നേൽപ്പിച്ച് നിർത്തും. സ്തോത്രം. ഇവിടെ ഈ സഹോദരി ഈ ഒരൊറ്റ തീരുമാനത്തോടെ ആ പിള്ളേരെ രണ്ടിനും വീട്ടിൽ പൂട്ടിയിട്ടിട്ടായിരിക്കും ഓടുന്നത്. സ്തോത്രം. ഒരു ഓട്ടമാണ്. ദൈവദാസൻ്റെ അടുക്കിലേക്ക് ഓടി. സ്തോത്രം. എങ്ങോട്ട് ഓടണമെന്ന് അവൾക്കറിയാം. അവിടെ ചെന്നപ്പോൾ അവൾക്ക് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ, ആവശ്യമായ പരിഹാര മാർഗങ്ങളെല്ലാം അവിടെ തുറന്ന് കിട്ടുവാനായിട്ട് ഇടയായി. സ്തോത്രം. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മെൻറ്റേഴ്സ് ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഐ ഡോണ്ട് നോ. സ്തോത്രം. നിങ്ങളുടെ ശ്രദ്ധ ആ ഭാഗത്തേക്കൂടെ കൊണ്ടുവരികയാണ്. ഇവിടെ ഈ ഒരു സഹോദരിക്ക് അവൾക്ക് ഗൈഡൻസ് കൊടുക്കുവാൻ, ദൈവാലോചന പകർന്നു കൊടുക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അവൾ ഇച്ചിരി ദൂരം കൂടുതലെങ്കിലും അവൾ ഓടി, ദൈവദാസന്റെ സന്നിധിയിലോട്ട് ഓടി. സ്തോത്രം. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന മെൻറ്റേഴ്സിനായി സ്തോത്രം. അവർക്ക് കൊടുക്കാൻ, ഉപദേശം കൊടുക്കുവാൻ, ദൈവാലോചന പകർന്നു കൊടുക്കുവാൻ, ഇതാണ് വഴി, ഇതിലേ നടന്നുകൊള്ളുക, ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുവാൻ. സ്തോത്രം. ഇവിടെ ഈ സഭയ്ക്കും ദൈവം ആക്കി വെച്ചിരിക്കുന്ന മെൻറ്റർക്കായി സ്തോത്രം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപദേശം തരുവാൻ, ഈ സഭയ്ക്ക്, ദൈവജനത്തിന് വഴി കാണിക്കുവാൻ, വഴി ഇതാകുന്നു എന്നുള്ള ദൈവാലോചന പ്രാപിച്ചു തരുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്റെ ശുശ്രൂഷ ഏറ്റെടുത്തു കൊള്ളണം. സ്തോത്രം. യു ഷുഡ് അവൈൽ ഇറ്റ്. ഇല്ലെങ്കിൽ തെറ്റുപറ്റി പോകും. സ്വന്തം ബുദ്ധിയിൽ ആലോചിച്ചിട്ട്, അതെ പാസ്റ്റർ അറിയണ്ട, ഈ കാര്യം അറിയണ്ട, ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അറിയണ്ട, മറച്ചു വെച്ച് ചെയ്തോ, പക്ഷെ നാളെ കുരുക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാലോചന പ്രാപിച്ചുകൊണ്ട് ഓരോ ചുവടും വയ്ക്കുന്ന ഒരു ദൈവ പൈതൽ തെറ്റിപ്പോകത്തില്ല. ദൈവം എന്തിനാണ് ഇതൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്? ദൈവത്തിനൊരു സിസ്റ്റമുണ്ട്. ദൈവം മക്കൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടണമെന്നതിന് ദൈവത്തിന് ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് അവൻ ആക്കി വെച്ചിരിക്കുന്നു. ഇവിടെ എലീശ പ്രവാചകൻ, ആ പ്രവാചകന്റെ അടുക്കിലേക്ക് ഈ ഭക്തയായ പാവപ്പെട്ട സഹോദരി ഓടിച്ചെല്ലുകയാണ്. ഇവിടെ മക്കൾ അവൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ വേദനയോടെയാണ് അവൾ ചെല്ലുന്നത്. അവൾക്ക് കിട്ടിയ ഒരു ഉപദേശം അത് സാധാരണ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ഉപദേശമല്ല. അവൾക്ക് ലഭിച്ചത്, നിൻ്റെ വീട്ടിൽ എന്താ ഉണ്ടോയെന്ന് ചോദിച്ചു. നിൻ്റെ കയ്യിൽ എന്താ ഉണ്ട്? ഞാനാണ് പറഞ്ഞതിന് ഒന്നുമില്ല. പക്ഷെ അവൾ പറഞ്ഞു, എന്താ ഉള്ളത്? ഒരല്പമുണ്ട്. അത് അവൾ പറഞ്ഞു. സ്തോത്രം. കർത്താവിന് നമ്മെ ഉപയോഗിപ്പാൻ, അവൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മെ ഉപയോഗിപ്പാൻ, അവൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ. സ്തോത്രം. ഒരു രാത്രിയിൽ എന്നെ വിളിക്കുമ്പോൾ 1994 ഒരു രാത്രി എന്നെ വിളിക്കുന്ന സമയത്ത് പറഞ്ഞു, നിന്നെ എനിക്ക് വേണം, യു കം ഔട്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കൊന്നും അറിയത്തില്ല, നിൻ്റെ വേല ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മലബാറിലാണ് ജോലി ചെയ്തത്. അപ്പം മലബാറിനെ കുറിച്ചൊക്കെ വലിയൊരു ഭാരം ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിൻ്റെ വേല ചെയ്തു കൊള്ളാം. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്, അല്ല, നീ വടക്കേ ഇന്ത്യയിലേക്ക് വരണം. ഞാൻ ഒത്തിരി ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടത്തി. എനിക്ക് ഹിന്ദി അറിയത്തില്ല, ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, എനിക്ക് അറിയാത്ത കാര്യങ്ങളുടെയൊക്കെ പട്ടിക അങ്ങ് നിരത്തി. കർത്താവ് അതൊന്നും പരിഗണിച്ചില്ല. അവസാനം അവൻ എന്നോട് ചോദിച്ചൊരു കാര്യം എങ്ങനെയാണ്, നിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത്? എനിക്ക് ആ ചോദ്യത്തിന് മറുപടി വ്യക്തമായി പറയാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ഓർത്തത്, സുവിശേഷ വേല എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു ഗ്രാമത്തിൽ പോകണം, അവിടെ പോയി കുറച്ച് ആളുകളോട് സുവിശേഷം പറയണം, ട്രാക്റ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സുവിശേഷം പറയണം, എന്നിട്ട് അവരൊരു 5-10 ആളുകൾ കൂടുമ്പോൾ അതിനൊരു സഭയായിട്ട് മാറ്റി അതിൻ്റെ ഒരു പാസ്റ്ററായിട്ടിരിക്കണം. ഇത് മാത്രമേ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, കർത്താവേ എനിക്ക് അതറിയത്തില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, ഡിഗ്രി ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. കർത്താവ് അതൊന്നും കേട്ട ഭാവമേ കാണിച്ചില്ല. പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്ന, ഐ വോണ്ട് യു കം. ദൈവത്തിൻ്റെ ആത്മാവ് 1-2 വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചു. പറഞ്ഞു, ഞാൻ മോശയെ വിളിച്ചു. മോശയെ വിളിച്ച സമയത്ത് മോശയും ഇതുപോലെയൊക്കെ പറഞ്ഞു, കുറേ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ മോശയോട് ചോദിച്ചു, മോശയെ നിൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താണുള്ളത്? മോശ പറഞ്ഞു, ഈ ഒരു വടി മാത്രമേ ഉള്ളൂ. ദൈവം പറഞ്ഞത്, അത് മതി. നിന്റെ കയ്യിലുള്ള ആ ഒരു വടിയുണ്ടല്ലോ, അത് മതി എനിക്ക് നിന്നെ ഉപയോഗിപ്പാൻ.
ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നോ എൻ്റെ ജനത്തെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ നിൻ്റെ കൈവശം ഉള്ള നിസ്സാരമെന്ന് നീ പറയുന്ന ആ വസ്തു മതി നിന്നെ എനിക്ക് ഉപയോഗിക്കാൻ. തീർന്നില്ല. ദാവീദിനെ വിളിച്ചപ്പം ഞാൻ ദാവീദിനോട് ചോദിച്ചു, ദാവീദേ, എനിക്ക് എൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ഒരു ഗോലിയാത്തിനെ കൊല്ലണം, അതിന് നിന്നെ എനിക്ക് ഉപയോഗിക്കണം, അവിടെ നീ വരിക, എന്താ നിൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ? ദാവീദ് പറഞ്ഞു, കർത്താവേ, എൻ്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എനിക്ക് വാളെടുക്കാൻ അറിയത്തില്ല, പരിചയം എടുക്കാൻ അറിയത്തില്ല, എനിക്ക് യുദ്ധാഭ്യാസമില്ല, പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ, ഈ ഒരു കവിണ മാത്രമേ ഉള്ളൂ കർത്താവേ. ഞാൻ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, എനിക്ക് അത് മതി. ലോകം നോക്കുമ്പോൾ ഇതും കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്ന് തോന്നുന്ന നിൻ്റെ കയ്യിലുള്ള ഈ ചെറിയ സംഗതിയുണ്ടല്ലോ, അത് മതി. ഞാൻ ദാവീദിനെ ഉപയോഗിച്ചത് അവൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നോ അതെൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഒരു വലിയ വിജയം എൻ്റെ ജനത്തിന്, എൻ്റെ ദേശത്തിന് നേടുവാൻ തക്കവണ്ണം ഞാൻ വിനിയോഗിച്ചു. ഇനി പറ, നിൻ്റെ കയ്യിൽ എന്തുണ്ടാ? കർത്താവേ, എൻ്റെ കയ്യിൽ വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഐ ക്യാൻ പ്ലേ ദ കീബോർഡ് വായിക്കാൻ അറിയാം, അത് മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. ഈ 10 വിരലുകളെ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, എനിക്ക് അതും മതി. നീ ഓർക്കും അത് നിസ്സാരമെന്ന്. നിനക്ക് ഹിന്ദി അറിയത്തില്ല, നിനക്ക് തമിഴും അറിയത്തില്ല, നിനക്ക് വേറെ അറിയാത്ത ഏത് ഭാഷക്കാരുടെ ഇടയിൽ ചെന്നാലും മ്യൂസിക്കിനൊരു മ്യൂസിക് ലാംഗ്വേജ് ഉണ്ട്, അതും മതി. സ്തോത്രം. അത് നിസ്സാരമെന്ന് നീ കണക്കാക്കണ്ട. എന്നിട്ട് പറഞ്ഞു, ഞാൻ തബീഥയെ വിളിച്ചു, പുതിയ നിയമത്തിൽ, തബീഥയെ, എനിക്ക് നിന്നെ ഉപയോഗിക്കണം. മോളെ, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ തബീഥ പറഞ്ഞു, കർത്താവ്, എനിക്കൊന്നും അറിയത്തില്ല, ഈ സൂചിയും നൂലും കോർക്കാൻ ഇതൊരു തുന്നൽപ്പണി മാത്രമേ എനിക്കറിയത്തുള്ളൂ. നിനക്കറിയത്തില്ലയോ ഞാൻ തബീഥയെ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന്? അവളുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നേ, അത്രേ അറിയത്തുള്ളൂ, അത് മതി. അനേകരുടെ കണ്ണീർ തുടയ്ക്കുവാൻ, അനേകരെ ആശ്വസിപ്പിക്കുവാൻ, അനേക വിധവമാരെ പോറ്റുവാൻ തക്കവണ്ണം അവളെ ഞാൻ ഉപയോഗിച്ചത് അതും കൊണ്ടാ, സൂചി നൂലും കൊണ്ടാ. ഹല്ലേലൂയാ, സ്തോത്രം. അന്ന് എൻ്റെ കർത്താവിൻ്റെ പാദത്തിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കയ്യിലുള്ളതിനെ നിൻ്റെ പാദത്തിൽ അർപ്പിക്കുകയാണ്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുവാൻ എന്തുണ്ട് നിൻ്റെ കയ്യിലെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയുമോ? ഈ പാവപ്പെട്ട സഹോദരനോട് അത് തന്നെ ചോദിച്ചു, എന്തുകൊണ്ട്? എനിക്കൊരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യണം. ബട്ട് what you have in your home, എന്താ നിൻ്റെ കയ്യിലുള്ളത്? ഒരു മറുപടി കൊടുത്ത്, കർത്താവേ, ഒന്നുമില്ല, കൂടുതലൊന്നും ഇല്ല എൻ്റെ കയ്യിൽ, ഒരു പാത്രം എണ്ണ. സ്തോത്രം. എൻ്റെ ദൈവം പറയുന്ന മറുപടി കേട്ടുകൊള്ളുക, അത് മതി. ദൈവകരങ്ങളിലേക്ക് നിൻ്റെ ഒന്നുമില്ലായ്മയെ, നിൻ്റെ ശൂന്യതയെ, ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് പോലും പറയുവാൻ ലജ്ജിക്കുന്ന ഒന്നുമില്ലായ്മയെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ അവനെ അതിനെ അങ്ങോട്ട് തൊട്ട്, അതിനെ അനുഗ്രഹിച്ച്, അതിനെ അങ്ങ് പൊലിപ്പിച്ച്, അതിൽ നിന്ന് ഒരു ഒഴുക്ക് അങ്ങോട്ട് തന്നാൽ ലോകത്തിലെ ഏത് ശക്തിക്ക് അതിനെ തടഞ്ഞു നിർത്തുവാൻ പറ്റും. എൻ്റെ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിലേക്ക് അവൻ നിന്നെ ഉയർത്തുമ്പോൾ നിന്റെ ഇല്ലായ്മയെ അവനെടുത്ത് അനുഗ്രഹിച്ച് അതിൽ നിന്നും തന്നെ നിന്നെ ശക്തനായ ഒരു പാത്രമാക്കി ദൈവം നിർത്തുമ്പോൾ ആർക്ക് അതിനെതിരെ നിൽപ്പാൻ കഴിയും? ഹല്ലേലൂയ. തടഞ്ഞു നിർത്തുവാൻ ലോകത്തിലൊരു ശക്തിക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയാതെ വണ്ണമുള്ള ഒരു ശക്തമായ ദൈവിക ഒഴുക്ക്, ദൈവിക അനുഗ്രഹത്തിന്റെ നന്മയുടെ ഒഴുക്ക്, ഇറ്റ് ഈസ് കമ്മിങ്. ദൈവകരങ്ങളിലേക്ക് ഉള്ളതിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. അത് നിങ്ങളുടെ കഴിവുകളാകട്ടെ, താലന്തുകളാകട്ടെ, സമയമാകട്ടെ, ധനമാകട്ടെ, ആരോഗ്യമാകട്ടെ, അറിവാകട്ടെ, പരിചയമാകട്ടെ, എന്തുവാ ഉള്ളത്? സ്തോത്രം. ഇനി പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ ചോദ്യം ഇവിടെ ഇരിക്കുന്ന ചിലരോട് ചോദിക്കുകയാണ്, എന്തുണ്ട് മോളെ നിൻ്റെ കയ്യിൽ? മോനെ, എന്തുണ്ട് നിൻ്റെ കയ്യിൽ? ഒന്നുമില്ല എന്ന് പറയുമോ? അതോ കർത്താവ് ഇത്രയും ഉണ്ട് എന്ന് പറയുമോ? ഉണ്ട് എന്ന് പറയാൻ നിൻ്റെ കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മേലെ എൻ്റെ കർത്താവ് തൻ്റെ സ്പർശനമായി വയ്ക്കും. തടഞ്ഞു നിർത്തുവാൻ കഴിയാതെ വണ്ണമുള്ള ഒരു ഒഴുക്ക് അതിനകത്ത് നിന്ന് കാണാം. സ്തോത്രം. ഈ പാവപ്പെട്ട സഹോദരി ഏറ്റവും വേദനിച്ചത് മക്കളുടെ ഭാവിയെ ഓർത്താണ്. സ്തോത്രം. എൻ്റെ ദൈവം തൻ്റെ അനുഗ്രഹത്തെ ഒഴുകുവാൻ തുടങ്ങിയപ്പോൾ ആ മക്കളുടെ കൺമുന്നിൽ അവരുടെ കയ്യിലൂടെ തന്നെ ആ അത്ഭുതം ഒഴുകുമാറ്
ഏത് വിഷയത്തിൽ നഷ്ടം വരാൻ പോകുന്നു എന്ന് വേദനപ്പെട്ടുവോ, അതേ വിഷയത്തിൽ ആ മക്കളുടെ കൺമുന്നിൽ അവരുടെ കയ്യിലൂടെ തന്നെ അത്ഭുതത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് വരുമാറ് എൻ്റെ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവം നല്ലവനാണ്. അവരിൽ ആശ്രയിച്ചവരാരും നിരാശപ്പെട്ടു പോയിട്ടില്ല. ബോബി ഒരു ബി മൈനർ തരാമോ? ബി മൈനർ. അവരിൽ ആശ്രയിച്ചവരാരും നിരാശപ്പെട്ടു പോയിട്ടില്ല. ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് തകർന്നുവെങ്കിൽ, ഒരു രാത്രിയിൽ ചില രാത്രികൾ കരഞ്ഞുവെങ്കിൽ, വേദനിച്ചുവെങ്കിൽ, ആ മക്കൾ തന്നെ അവരുടെ കൺമുന്നിൽ ദൈവം ചെയ്യുന്ന അത്ഭുതത്തെ കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമാറ്. സ്തോത്രം. ഉള്ളതിനെ ദൈവകരങ്ങളോട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, അല്പമുള്ളതിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വലിയ വിടുതൽ അവിടെ വരുവാനിടയായി. സ്തോത്രം. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായ അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എന്റെ നന്മയ്ക്കായ അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടും. ഒരിക്കൽ കൂടെ. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എന്റെ നന്മയ്ക്കായ അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ധൈര്യത്തിനായി പറയട്ടെ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഉള്ളതിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഉള്ള സമ്പത്തിനെ ദൈവകരങ്ങളോട്ട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഉള്ള വിദ്യാഭ്യാസത്തെ, ആരോഗ്യത്തെ, ഭാവിയെ, ജോലിയെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അത് ദൈവഹിതത്തിന് വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ദൈവിക സ്പർശനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അതിന്മേൽ നിന്നൊരു അനുഗ്രഹമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെടും. മക്കൾ അനുഗ്രഹിക്കപ്പെടും. മക്കൾ അനുഗ്രഹിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. സ്തോത്രം. അനേക കുടുംബങ്ങളിൽ ചോദിച്ചാൽ മക്കളെ ഓർത്തുള്ള വേദന, മക്കളെ ഓർത്തുള്ള ഭാരം, അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അവരുടെ അനുസരണക്കേട്, അവരുടെ ദൈവഭയം ഇല്ലാതിരിക്കുന്നത് ഒക്കെ ഓർത്ത് വേദനപ്പെടുന്ന അനവധി മക്കളുണ്ട്. പക്ഷെ ഒന്ന് ഓർത്തു കൊള്ളുക, പിശാചിന് നമ്മളെ മക്കളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ശത്രുവായവൻ വന്ന് ആദ്യം കയറി പിടിക്കുന്ന മക്കളെയാണ്. മക്കളെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാചിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് അവൻ്റേതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെതാണ്. ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ആ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി വളരേണ്ടുന്നവരാണ്. അവരെ പിശാചിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്തോത്രം. കുഞ്ഞുങ്ങൾ വിട്ടുകൊടുക്കരുത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ദൈവകരങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവിക അത്ഭുതങ്ങളെ കുഞ്ഞുങ്ങൾ കാണുമാറ് അവരെ കരം പിടിച്ച് കൂടെ കൊണ്ട് നടത്താട്ടെ. കർത്താവ് നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും. ആമേൻ. സ്തോത്രം. മക്കളെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കും. ദൈവം കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ മേൽ പിശാചിന് ഒരു കണ്ണുണ്ട്. എപ്പോഴും അവരുടെ ഭാവിയെ തകർക്കുവാൻ തക്കവണ്ണം ഒരു കണ്ണുണ്ട് അവൻ്റെ മേലെ. ഇവിടെയും ഈ കുടുംബത്തിനകത്തും പിള്ളേരെ തൊട്ടാ കളിക്കുന്നത്. പിള്ളേരെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. കുഞ്ഞുങ്ങളുടെ മേലുള്ള ആരോഗ്യം, കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ എപ്പോഴും വീട്ടിലിങ്ങനെ രോഗം ഒന്നിന് പിറകെ ഒന്നായ രോഗം, കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖം, അവരെ രോഗത്തിൽ നിന്ന് മാറി എപ്പോഴും ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങളായി കാണുവാൻ കഴിയാതെ വണ്ണമുള്ള പോരാട്ടം പല കുടുംബങ്ങളുടെ അകത്തുണ്ട്. സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ ഞാനത് അനുഭവിച്ചത് ഒരിക്കലും. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ചെറുതായിരുന്ന സമയത്ത്, 5 വയസ്സിന് താഴോട്ടുണ്ടായിരുന്ന സമയത്ത് എപ്പോഴും പിള്ളേർക്ക് അസുഖമാണ്. ഒന്ന് മാറി എന്നും അസുഖം കുഞ്ഞുങ്ങൾക്ക്. ഞങ്ങൾ വളരെ വേദനിച്ചു. ഞങ്ങളുടെ കയ്യിൽ വരുന്ന പൈസ, ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നതാണ്, ഇടയ്ക്ക് വരുന്ന പൈസ എല്ലാം ഇതിങ്ങനെ അങ്ങ് ചോർന്നു പോകും.
എൻ്റെ മൂന്നാമത്തെ മോൻ ഇപ്പോൾ 10th ക്ലാസ് പഠിക്കുക. അവൻ ജനിച്ചപ്പോൾ അവന് 900 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ തൂക്കം. 24 വീക്സിലുണ്ടായതാണ്. അവനെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് കിട്ടിയത്. 1 മാസം ഇൻക്യുബേറ്റർ വെച്ച്, പിന്നെ 2 മാസം വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേക തൊട്ടിലൊക്കെ ഉണ്ടാക്കി ബൾബൊക്കെ ഇട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് അങ്ങനെയൊക്കെ അവൻ രക്ഷപ്പെടുത്തി എടുത്തതാണ്. അപ്പോൾ ഒരു 5 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസങ്ങളായിരുന്നു, എന്നും അസുഖമായിരുന്നു. ഒരിക്കലും ഡോക്ടർ പറഞ്ഞത്, ഇനി ഇവൻ്റെ മേലിൽ കുത്തിവെക്കാൻ ആൻറ്റിബയോട്ടിക്സ് ഒന്നും ഇല്ല, ഇനി മെഡിസിൻ ഒന്നുമില്ല, നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക. അതും CSI കാരനായ ഒരു ഡോക്ടർ. അതേ ഉള്ളു മാർഗം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുഞ്ഞുങ്ങളെല്ലാം മാറി മാറി രോഗമുണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ ഒരിക്കലും നാട്ടിൽ ഞങ്ങൾ ക്രിസ്മസിന് പോയതാണ്. തലേ ദിവസം വരെയൊക്കെ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗെല്ലാം കഴിഞ്ഞിട്ട് 24-ാം തീയതി വൈകിട്ട് ഒരു കേക്കൊക്കെ മേടിച്ച് വീട്ടിലോട്ട് ചെല്ലുക. വീട്ടിൽ ചെന്ന സമയത്ത് വീട് കൂട്ടി കിടക്കുക. രാത്രി 8-9 മണിയായ സമയത്ത് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആശുപത്രിയിൽ 2 എണ്ണത്തിന് അസുഖം, നമ്പർ 3ഉം 2ഉം അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ. ഞാനവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ 2 പിള്ളേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. ഒരു ഹോസ്പിറ്റൽ 4ാമത്തെ നിലയിൽ മണ്ടയ്ക്ക് പീഡിയാട്രിക് വാർഡിലാണ്. അവിടെ ചെന്നപ്പോൾ ആകെ തളർന്നിരിക്കുക. അതിനകത്ത് വെച്ച് കേക്ക് മുറിച്ച് വന്നു. അന്ന് രാത്രിയിൽ അവിടെ പുരുഷന്മാരെ കിടത്തത്തില്ല. ഞാൻ താഴെ മുറ്റത്ത് കൊതുകടിയും കൊണ്ട് അവിടെ വരാന്തേ കിടക്കുക. രാത്രി അതിനകത്തിരുന്നുകൊണ്ട് എൻ്റെ ഭാര്യ ഒരു പ്രാർത്ഥന പറഞ്ഞു, എൻ്റെ കർത്താവേ ഇനി വയ്യ. ആ പ്രാർത്ഥന എൻ്റെ കർത്താവ് കേട്ടു. സ്തോത്രം. ആ കരച്ചില് എൻ്റെ കർത്താവ് കേട്ടിട്ട് അതിനുശേഷം കുഞ്ഞുങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുവാൻ ഇടയാകാതവണ്ണം എൻ്റെ ദൈവം സൂക്ഷിച്ചു. 2-3 പ്രാവശ്യം, അതിനുശേഷം 1-2 പ്രാവശ്യമൊക്കെ ചെറിയ ആവശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ നിരന്തരമായ ഒരു പോരാട്ടം ഉണ്ടായിരുന്നു അതിനകത്ത്. അത് അന്ന് മാറി. അത് അവൾ അവിടെ കൊണ്ട് കരയുന്നത് ഞാൻ കേട്ടില്ല. ഞാൻ താഴെ കൊതുകടി കൊണ്ട് കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പറഞ്ഞു, കർത്താവേ ഇതല്ലല്ലോ നിൻ്റെ വചനത്തിലുള്ളത്. ഞങ്ങളുടെ ആരോഗ്യം നിൻ്റെ ദാനമാണ്. എൻ്റെ ആരോഗ്യം, എൻ്റെ ഭാര്യയുടെ ആരോഗ്യം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിന്മേൽ എന്തിനാ ഈ പിശാച് ഇങ്ങനെ തൊട്ട് കളിക്കാൻ ഒരു അനുവാദം ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനം ഓർമ്മ വന്നു. വചനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു? ബോബി B മൈനർ തരണം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, നിനക്കെതിരായി ശത്രു ഒരു വഴിയായി വരും, അവൻ 7 വഴിയായി ചിതറിപ്പോകും. സ്തോത്രം. ഈ പാട്ടിൻ്റെ വരികളിൽ അന്ന് ഉണ്ടാക്കിയ 2 വരികളാണ് കൂട്ടിച്ചേർത്തത്. എന്നെ എതിർക്കുന്ന ശത്രുക്കൾ എല്ലാം ഛിന്ന ഭിന്നമാകും. അത് മനുഷ്യരെ കുറിച്ചൊന്നും എഴുതിയതല്ല കേട്ടോ, മനുഷ്യരൊന്നും അല്ല, മനുഷ്യരല്ല. എൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് എതിരെ വരുന്ന ശത്രുവേ നീ ഛിന്ന ഭിന്നമായി പോക എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. ഓ എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. ഓ എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. സ്തോത്രം. ഇന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കും. കുഞ്ഞുങ്ങളുടെ മേലുള്ള അനാരോഗ്യം, അവരുടെ മേലുള്ള പോരാട്ടം, അവരുടെ മേലുള്ള രോഗം, അവരുടെ മേലുള്ള പിശാചിൻ്റെ ക്ലെയിംസ് എല്ലാം അത് മാറിപ്പോകുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളുടെ മേലുള്ള അറ്റാക്സ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഛിന്ന ഭിന്നമായി പോകുവാൻ ഇടയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതൊരല്പമാണെങ്കിലും അതിനെ കർത്താവ് അനുഗ്രഹിച്ച് മാനിച്ച് തിരികെ തരുവാനിടയാക്കും. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറ ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയാകും. ഈ കുടുംബത്തിൻ്റെ അകത്ത് അതിനകത്ത് അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു അത്ഭുതം പ്രാപിച്ചതിന് ശേഷം അവൾ 2ാമതും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് പോയത് അവിടെ കാണാം. അതൊരു വലിയ വലിയ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. സാധാരണ നമുക്കൊരു നന്മ ലഭിച്ചു കഴിയുമ്പോൾ, ഒരു വഴി തുറന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് സ്വന്തം ബുദ്ധിയിൽ നിന്ന് ആലോചിച്ച് ചെയ്യുമ്പോൾ, ഇവിടെ ഈ പാവപ്പെട്ട സഹോദരി ദൈവസന്നിധിയിൽ പോയി പിന്നെയും ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം. സ്തോത്രം. ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ ചുവടും വയ്ക്കുന്ന ദൈവമക്കൾ ചുവടുകൾ തെറ്റിപ്പോകത്തില്ല. സ്തോത്രം. അവൾ പോയി ചോദിക്കണം, ഞാൻ ഇനി എന്ത് ചെയ്യണം.
ഇത്രയൊക്കെ ആകുമ്പോഴാണ് ആർക്കാ അറിയാത്തത്? വീട് നിറച്ച് എണ്ണ ഇരിക്കുക, പാത്രം നിറച്ച് എണ്ണ ഇരിക്കുക, ഇത് വിറ്റ് കടം വീട്ടണമെന്ന് ആർക്കാ അറിയാത്തത്? അറിയാം. പക്ഷേ എൻ്റെ കർത്താവ് എന്ത് അടുത്ത് കൽപ്പിക്കുന്നു എന്ന് ചോദിച്ച് ചെയ്യുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അവൾക്ക് അതിനുള്ള വഴി കിട്ടി. ഒരു മണി മാനേജ്മെൻറ്റിൻ്റെ ഒരു സിദ്ധാന്തം കൂടെ ദൈവം അവളെ പഠിപ്പിക്കുകയാണ്. അവിടെ ഇങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, നീ ഇത് വിറ്റിട്ട്, എണ്ണ വിറ്റിട്ട് നീ ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രയോറിറ്റി ലിസ്റ്റ് കൂടെ ദൈവം കൊടുക്കുകയാണ്. നീ ഒന്നാമത് ചെയ്യേണ്ടത് പോയി നിൻ്റെ കടം വീട്ടുക. ആദ്യം കടം വീട്ടുക. അതിനു വേണ്ടിയാണ് ദൈവം നിനക്ക് നന്മ തന്നിരിക്കുന്നത്. എന്തുദ്ദേശത്തോടെ ദൈവം തന്നിരിക്കുന്നുവോ ആ മുൻഗണനാക്രമം അനുസരിച്ച് നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കപ്പെട്ടാൽ, ദൈവം നമ്മുടെ കയ്യിൽ തരുന്ന നന്മ വിനിയോഗിക്കപ്പെട്ടാൽ ബാധ്യതകളിലേക്ക് പോകത്തില്ല. സ്തോത്രം. പറയുന്നത് ഒന്നാമത് നിൻ്റെ കടം വീട്ടുക, പിന്നെ ശേഷിപ്പ് കൊണ്ട് നിൻ്റെ ഉപജീവനം കഴിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ദൈവം തൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. അവരുടെ അടുക്കളയെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവരുടെ കൈകളിലെ വരുമാനത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവരുടെ വരുമാന മാർഗങ്ങളെ എല്ലാ സോഴ്സുകളെയും അനുഗ്രഹിച്ച് നൽകുന്ന ദൈവമാണ്. പക്ഷേ അതിന് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുമ്പോൾ ദൈവം അതിന്മേൽ പിന്നെയും പിന്നെയും അനുഗ്രഹം നൽകിക്കൊണ്ടേയിരിക്കും. അത് തലമുറകൾക്ക് അനുഗ്രഹമായി മാറും. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള അനുഗ്രഹമായി അത് മാറും. അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കുവാൻ തക്കവണ്ണമുള്ള അനുഗ്രഹമായി മാറും. പക്ഷെ ദൈവത്തിൻ്റെ ഒരു മുൻഗണനാ ക്രമമുണ്ട്, തെറ്റിപ്പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. കിട്ടുന്നതെല്ലാം കൊണ്ട് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അടിച്ചു പൊളിച്ച് ചെലവാക്കിയിട്ട് അത്യാവശ്യത്തിന് പോയി ക്രെഡിറ്റ് കാർഡ് മാന്തേണ്ട അവസ്ഥ വരത്തില്ല. ഹല്ലേലൂയ. പിണങ്ങരുത്. ഞാൻ ക്രെഡിറ്റ് കാർഡിന് എതിരൊന്നുമല്ല. ക്രെഡിറ്റ് കാർഡിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവൻ തരുന്ന ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ പോളിസി ഉണ്ട്, അവൻ്റെ ഒരു ഓർഡറുണ്ട്. ആ ക്രമത്തിൽ ചെലവാക്കിയാൽ നീ പട്ടിണി കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ സകല ആവശ്യങ്ങളെയും നിറവേറ്റുന്ന ദൈവമാണ്. സ്തോത്രം. എൻ്റെ ഒരു അനുഭവം കൂടെ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഞങ്ങൾ വടക്കേന്ത്യയിൽ ആയിരിക്കുന്ന സമയത്ത് വിശ്വാസ ജീവിതം, എൻ്റെ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ചെയ്ത അത്ഭുതങ്ങളൊന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, ഒരുപാട് പറയുവാനുണ്ട്. എൻ്റെ കർത്താവ് ഞങ്ങളുടെ വീട്ടിലെ ആഹാരം ഇല്ലാതിരുന്ന സമയത്ത് അവൻ ആഹാരം എത്തിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ പട്ടിണി കിടന്ന സമയത്ത് ആഹാരം എത്തിച്ച് തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ആഹാരമില്ലാതിരുന്ന സമയത്ത് എത്തിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ദൈവവചനത്തിലെ ചില മർമ്മങ്ങളെ ഏറ്റെടുക്കേണ്ട സമയത്ത് ഏറ്റെടുത്തപ്പോൾ അവൻ എല്ലാ നന്മകളെയും ആ വചനത്തിൽ എന്തെല്ലാം പറഞ്ഞിരുന്നു അതെല്ലാം ഒഴുക്കി തന്ന അനുഭവങ്ങളുമുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ആഹാരമില്ലാത്ത സമയത്ത് ഞാൻ ഈ മീറ്റിങ്ങിന് ഒരിക്കൽ പോയ സമയത്ത് അത്യാവശ്യമുള്ള ചില്ലറുകളൊക്കെ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങ് പോയി. അവളുടെ കയ്യിൽ ഒത്തിരി പൈസയൊന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേർക്കൊക്കെ ആവശ്യത്തിലുള്ള ആഹാരം വാങ്ങി കൊടുക്കാനൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത്, കുഞ്ഞുങ്ങളെല്ലാം ചെറുത് 5 വയസ്സിന് താഴെ പ്രായമുള്ള സമയം. രണ്ടാമത്തെ മോള് ബിസ്ക്കറ്റ് ചോദിക്കാൻ തുടങ്ങി. അവൾക്ക് ബിസ്ക്കറ്റ് ഒത്തിരി ഇഷ്ടമാണ്, പാർലേജി ബിസ്ക്കറ്റ്. മമ്മി എനിക്ക് ബിസ്ക്കറ്റ് വേണം. മമ്മി പറഞ്ഞു പപ്പ വരട്ടെ മക്കളെ, പപ്പ വരുമ്പോഴത്തേക്കും നമുക്ക് ബിസ്ക്കറ്റ് മേടിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. കൊച്ചു പിന്നെയും ചോദിച്ചു. അവൾക്ക് 2.5 വയസ്സേ ഉള്ളൂ. അടുത്ത ദിവസം ചോദിച്ചു, 3-ാമത്തെ ദിവസം ചോദിച്ചു. അപ്പോൾ എല്ലാം പറയുന്നത് പപ്പ വരട്ടാൻ തരും, പപ്പ വന്നാലേ ബിസ്ക്കറ്റ് വരത്തുള്ളൂ. ഇതിൻ്റെ ടെക്നോളജി ഒന്നും കൊച്ചിന് അറിയത്തില്ല. അവൾ പിന്നെയും ചോദിച്ചു, കിട്ടിയില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു പ്രെയർ ഉണ്ടായിരുന്നു. കുറച്ച് മലയാളികൾക്ക് കൂടിയുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. ആ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം വീട്ടിൽ വന്നോട്ടനെ തന്നെ അവൾ 5-6 ബിസ്ക്കറ്റ് എടുത്ത് മമ്മിയെ കാണിച്ചു. എൻ്റെ മമ്മി എനിക്ക് ബിസ്ക്കറ്റ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതുണ്ട് ഈ പോക്കറ്റ്, കുട്ടി ഫ്രോക്കിനകത്ത് ഒരു 5-8 പോക്കറ്റുണ്ട്. ഈ പോക്കറ്റെല്ലാം കുത്തി നിറച്ച് വെച്ചിരിക്കുക ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റെല്ലാം കൂടെ പെറുക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു, എനിക്ക് ബിസ്ക്കറ്റ് കിട്ടി മമ്മി. ചോദിച്ചു, ആരാ നിനക്ക് ഇത്രയും ബിസ്ക്കറ്റ് തന്നെ? അത് ആ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ആരാ തന്നേ? ഓ, ആരും തന്നൊന്നുമല്ല, ഞാൻ എടുത്തതാ. ആരെങ്കിലും കണ്ടോ മക്കളെ നീ ഇതെടുക്കുന്നേ? ഇല്ല മമ്മി, ആരും കണ്ടില്ല. എൻ്റെ ഭാര്യയുടെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നത് പോലെ തോന്നി. അവൾ പറഞ്ഞു, അവൾ പട്ടിണി എന്തെന്നറിയാത്തൊരു വീട്ടിൽ നിന്ന് വന്നതാണ്. അടുത്ത നാട്ടുകാർക്കെല്ലാം ആഹാരം ഉണ്ടാക്കി കൊണ്ടു കൊടുത്ത് മാത്രമേ പരിചയമുള്ളൂ. ഇവിടെ സ്വന്തം കുഞ്ഞ് ഇപ്പോൾ വേറൊരു വീട്ടിൽ പോയി ആഹാരം മോഷ്ടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഹൃദയം തകർന്നു പോയി. അവൾ ആ ബിസ്ക്കറ്റ് എല്ലാം വാങ്ങി ചുരുട്ടി പൊടിച്ച് എല്ലാം ദൂരെ കളഞ്ഞു. ഒരു വടിയെടുത്ത് കൊച്ചിൽ ഒത്തിരി തല്ലി. എന്താ പറയുക, നീ എന്തിനു മോഷ്ടിച്ചു എന്ന് ചോദിച്ചതല്ലേ. ചോദിച്ചു, മമ്മി അതല്ലല്ലേ മമ്മി, എനിക്ക് ബിസ്ക്കറ്റ് മേടിച്ച് തരാഞ്ഞിട്ടല്ലയോ ഞാൻ എടുത്തത്, ഇനി എടുക്കത്തില്ല മമ്മി എന്നെല്ലാം കരയുന്നുണ്ട്. പക്ഷേ അവളുടെ വേദന തീരുന്നതുവരെ, കോപം തീരുന്നവരെ, ആ വടി ഓടിയുന്നവരെ കൊച്ചിനെ തല്ലി. അന്ന് രാത്രി മുഴുവൻ ഭയങ്കര രാത്രിയായിരുന്നു. രാത്രി മുഴുവൻ കൊച്ചു കരഞ്ഞ് കിടന്നു. മമ്മി ഇതല്ലല്ലേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ഉറക്കത്തിൽ. അതിനപ്പുറത്ത് തള്ള കൊച്ചിനെ തല്ലിയ വേദനയിൽ കരഞ്ഞെറിഞ്ഞ് ഉറങ്ങാതെ ഒരു രാത്രി മുഴുവൻ കിടന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഞാൻ വന്നപ്പോൾ എന്നോടെങ്കിൽ വിവരം പറഞ്ഞൊരു സംഭവമുണ്ട്. സ്തോത്രം. ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, കർത്താവേ എന്തുവായത്?
ജോലി വിട്ടിറങ്ങുന്ന സമയത്ത് ദൈവമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എൻ്റെ കാര്യം, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ആഹാരത്തിൻ്റെ, വസ്ത്രത്തിന്, ഞങ്ങളുടെ മിനിമം ആവശ്യങ്ങൾ കർത്താവേ ഞാൻ നോക്കിക്കൊള്ളണമേ. നീ എവിടെ പോകാൻ പറഞ്ഞാലും ഞാൻ പൊക്കൊള്ളാം. ദൈവം പറഞ്ഞു, ഞാനത് നോക്കിക്കൊള്ളാം കുഞ്ഞെ. ആ ഉടമ്പടി എവിടെയാ ദൈവമേ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. എന്തോ ആയത്? ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ പിണങ്ങരുത്. എൻ്റെ വചനത്തിൽ നിനക്കുള്ള നന്മകളെല്ലാം ഞാൻ എഴുതി തന്നിട്ടുണ്ട്. അത് ഏറ്റെടുത്താൽ നിനക്കുള്ളതാണ്. നിൻ്റെ വീട്ടിൽ ആവശ്യത്തിനുള്ള ആഹാരം ഉണ്ടാകുന്ന ഞാൻ എൻ്റെ വചനത്തിലുള്ള. നീ ഇപ്പോഴും ഇന്നും സുവിശേഷ വില എന്ന് പറഞ്ഞാൽ കഷ്ടവും നഷ്ടവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. പിന്നെ എങ്ങനെ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും? എൻ്റെ വചനത്തിൽ ഞാൻ എഴുതി തന്നിരിക്കുന്നു, നിൻ്റെ മാവ് കുഴയ്ക്കുന്ന പാത്രം, തൊട്ടി അനുഗ്രഹിക്കപ്പെടും. നീ അകത്ത് വരുമ്പോൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ വയലിൽ അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം ഞാൻ എൻ്റെ വചനത്തിൽ തന്നിട്ടുണ്ട് മോനെ. അത് നിനക്കുള്ളതാണ്. നീ അത് ഏറ്റെടുക്കുന്നില്ല. അത് സ്വർഗത്തിൽ വരുമ്പോഴല്ല. അവിടെ പാത്രവും മാവും കൊട്ടയും തൊട്ടിയും ഒന്നുമില്ല. അതൊക്കെ ഇവിടെയുള്ള നിൻ്റെ അടുക്കളയിലെ കാര്യമായി എഴുതിയിരിക്കുന്നത്. അത് നീ ചോദിക്കുന്നില്ല, നിനക്ക് ലഭിക്കുന്നില്ല. കർത്താവേ, ഐ എം സോറി. നിൻ്റെ വചനത്തെ തിരിച്ചറിയാൻ കഴിയാത്തതിന് എന്നോട് ക്ഷമിക്കണം. നിൻ്റെ വചനം അതങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കട്ടെ. വീടിനകത്തോട്ട് ചെന്ന് കയറിപ്പോയി എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ ഇരിപ്പട്ടെ, പക്ഷേ വീട്ടിൽ പൈസ ഇല്ല. അടുക്കളയിൽ പാത്രങ്ങളെല്ലാം ഉണങ്ങിക്കിടക്കുക. അരിപ്പാത്രം കാലിയായിരിക്കുകയാണ്. പഞ്ചസാര എല്ലാം തീർന്നിരിക്കുക. ഉണങ്ങി വരണ്ട് കിടക്കുന്ന പാത്രങ്ങളെ നോക്കിയിട്ട് വിശ്വാസത്തോടെ ദൈവം തന്ന വചനത്തെ ഏറ്റു പറഞ്ഞു, എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, എൻ്റെ ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല. വിശ്വാസത്തോടെ അന്ന് വിളിച്ചു പറഞ്ഞത്, അന്ന് ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്തു വിളിച്ചു പറഞ്ഞുവോ അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവോ? ദൈവകരങ്ങളിലോട്ട് ഉള്ളതിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവേ ഇത്രയേ ഉള്ളൂ, എൻ്റെ കർത്താവേ ഇതിനൊന്ന് തൊട്ടൊന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ കരങ്ങളിലോട്ട് നിൻ്റെ ഉള്ള ജോലിയെ, ഉള്ള ശമ്പളത്തെ, ഉള്ള വരുമാനത്തെ, എന്താ ഉള്ളത്, ചെറുതായിരിക്കാം, കുറവായിരിക്കാം, അല്ല വലുത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെ ദൈവകരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവേ ഇതിനൊന്ന് തൊട്ടനുഗ്രഹിക്കണമേ എന്നൊന്ന് പറയാമോ? കണ്ണുകളടച്ചാട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാം. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല, എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല. എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. പരിശുദ്ധ പിതാവേ, നല്ല പകലായി ഞങ്ങൾ തന്നെ സ്തുതിക്കുക. ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് വാഴ്ത്തുന്നു. കർത്താവ് ഞങ്ങൾ തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവെ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾക്കുള്ളതിനെ, അല്പത്തിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആശ്രയം മുഴുവൻ ഞങ്ങൾ നിന്നിൽ വയ്ക്കുന്നു. നിൻ്റെ ആലോചന പ്രകാരം നടക്കുവാൻ കർത്താവെ ബുദ്ധി കൊണ്ടൊന്നും ചെയ്യാതെ, താൽക്കാലികമായ പരിഹാര മാർഗങ്ങളെ തേടാതെ, സ്ഥിരമായ പരിഹാരത്തിനായി ദൈവപാദത്തിൽ ഞങ്ങൾ വീഴുന്നു. കർത്താവെ ഞങ്ങൾ മുഴുവനെ ഏൽപ്പിച്ചു തരുന്നു. നിന്റെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ എല്ലാം മാറട്ടെ. കർത്താവെ ഞങ്ങൾക്ക് എതിരെയുള്ള ശത്രുവിൻ്റെ പോരാട്ടങ്ങളെല്ലാം തകർന്നു പോകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ തകർന്നു പോകട്ടെ. രോഗശക്തികൾ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളെല്ലാം ആരോഗ്യമുള്ളവരാകട്ടെ. അവരുടെ ചിന്തകൾ, അവരുടെ വിചാരങ്ങൾ, അവരുടെ കൂട്ടുകെട്ടുകൾ എല്ലാം പരിശുദ്ധമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് നിറവേറപ്പെടട്ടെ. കുറവുകളെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.